മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. അതവിടെ കിടന്ന് അടിക്കട്ടെ. ആരെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. ഒരു മോശം മനുഷ്യന്റെ മുഖത്ത് നോക്കിട്ട് ഓക്കെയാണ്. ആ ശ്മശാനത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കണതാണ്. ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ആ പറവൊക്കെ നട്ടപ്പാതിരൊക്കെ ഒരു ഓക്കെങ്കിക്ക്. അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഷിബുവാ എന്താ ആ പ്രതീക്ഷയും തകർന്നു. ആ പാഴ. എന്താ നീ കിടന്നോ. എനിക്ക് അവന്റെ വീടറിയാം. എവിടെ ഉണ്ടെങ്കിലും നോക്കാനെ പൊക്കാം. എന്താ കാര്യം? നീ കിടന്നോ. ഓക്കെ ധൈര്യമായിട്ട് പോരെ. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. ഞാൻ ഇറങ്ങാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ നീ കിടന്നോ. നിങ്ങളിത് എങ്ങോട്ടാ? എടി ഒരു പണി കിട്ടിയിട്ടുണ്ട്. യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലും. നാട്ടിലെ പണി മൊത്തം അയാൾ കരാറെടുക്കും. വീട്ടിലെ പണി തൊട്ട് അയാൾക്ക് നേരമില്ല. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. തൊട്ടടുത്താ ഞാൻ താമസിക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.